ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എൻ്റെ മോള് നൈനിക വിഷ്ണു, അവളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണെന്ന്. കുറച്ച് ദിവസം കൊണ്ട് ഞാനൊരു മിക്സഡ് ഇമോഷൻ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താവും, എങ്ങനെയായിരിക്കും അവൾ അന്നത്തെ ദിവസം ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നോക്കിക്കോണേ, ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി തൊട്ടേ മഴയായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് മഴ കുറച്ച് തരണേ. ഏതായാലും ഞങ്ങൾ പോകുന്ന സമയത്തേക്കിൻ്റെ മഴ നല്ലതായിട്ട് കുറഞ്ഞിരുന്നു. നന്നായിട്ട് പഠിക്കാൻ ശക്തിയും ബുദ്ധിയും തരണേന്ന് പറ. അമ്മമ്മയോട് പ്രാർത്ഥിച്ചേ. അമ്മമ്മ പ്രാർത്ഥിച്ചേ. അമ്മമ്മ എവിടെ? അമ്മമ്മ അമ്മമ്മ എവിടെ? രാവിലെ തന്നെ നന്നുൻ്റെ അപ്പൂപ്പനെയും അമ്മച്ചിയമ്മയും എല്ലാം നന്നു ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ബ്ലെസ്സിങ്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നുൻ്റെ പപ്പയോട് സംസാരിച്ചു. നന്നുൻ്റെ പപ്പ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് നന്നു ഇട്ടേക്കുന്നത്. നമ്മളെവിടെ പോവാ? സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കിയായിട്ട് വളരണം കേട്ടോ. ഞാൻ റെഡി ആകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, പാരൻസിൻ്റെ കൂടെ കുട്ടികളെ തിരിച്ചിങ്ങ് വിടുമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ റെഡിയായി ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാനങ്ങ് കയറിപ്പോയി. അമ്മ ബസ് സ്റ്റോപ്പിൽ നിന്ന് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അമ്മയെ സമാധാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ച് ഞാൻ ചിലപ്പോൾ കരയുമോ, ഇൻ കേസ് അവളെ കുറച്ച് നേരത്തിന് ക്ലാസ്സിലോട്ട് മാറ്റുമ്പോഴത്തേന് എനിക്ക് വിഷമമാവുമോ, അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. അടുത്തുള്ള സ്കൂളിൽ തന്നെ നോക്കി, കാരണം അവൾ കൊച്ചു കുട്ടിയല്ലേ, അവൾക്ക് അത്രയും ദൂരത്ത് ട്രാവൽ ചെയ്ത് വിടണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്തുള്ള സ്കൂൾ തന്നെയാണ് നോക്കിയേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു പസിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൽ നന്നുവിൻ്റെ പേര്? അതാ ഞാൻ കണ്ടുപിടിച്ചത് ഫസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ എന്ന്. നന്നുവിനെക്കാട്ടും ടെൻഷനാണ് അപ്പാപ്പന്. മോളിപ്പോൾ കരയും, ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പാപ്പൻ. എന്നിട്ട് ഞങ്ങൾ ആ പസിൽ നെയിം റൗണ്ട് ചെയ്തു. അതിൽ 1-2 പേരുകൾ ഓൾറെഡി റൗണ്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അവരെ കുട്ടികളൊക്കെ അകത്തുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം, ഓക്കെ ഞങ്ങളെയും അകത്തോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. നന്നുവിനാണെങ്കിൽ അവിടുത്തെ പ്ലേ ഗ്രൗണ്ട് അവളെ മാടി വിളിക്കുമായിരുന്നു. നന്നു എന്നോട് പറയുന്നപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, കളിക്കാമെന്ന് പറഞ്ഞു. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയ ഗിഫ്റ്റ് പാരൻസിന് തന്നു. അതിലൊരു നോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ദാ നന്നുവിനെ അകത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോളൂ, 12:30 ആകുമ്പോൾ വന്നാൽ മതിയെന്ന്. ആദ്യം ഒരു പേരൻസ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടായിരിക്കും നാളെ തൊട്ടിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ടിട്ടോ ആയിരിക്കും റെഗുലർ ക്ലാസ് വരുന്നതാണ്. പക്ഷെ ഇന്ന് വളരെ ഫാസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അകത്തോട്ടും കൊണ്ടുപോയി, ക്ലാസ്സിലോട്ടും കൊണ്ടുപോയി. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തു. ടാറ്റ ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. അവിടെ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തുണ്ടോ എന്ന് കരുതിയിട്ടായിരിക്കും അകത്തോട്ട് പോയത്. ഞാനാണെങ്കിൽ അങ്ങനെ വിചാരിച്ചത്. എന്നങ്ങനെ എടുത്ത് ചോദിച്ചതും ഇല്ല കേട്ടോ. അവർ മെസ്സേജ് അയച്ചപ്പോൾ അവർ പാരൻസിനെ വെൽക്കം ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കരുതിയത് പേരൻസ് മീറ്റിംഗ് ഉണ്ടാവുമെന്ന്. എന്നാലും ഞാൻ ബ്രെഡും ജാമും ഒക്കെ കൊടുത്തു വിട്ടേ. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തു വിട്ടില്ല ഞാൻ. കുഴപ്പമില്ലായിരിക്കും, അവള് നന്നായിട്ട് കഴിച്ചിട്ടാ, ഇതിലൊക്കെ കഴിച്ചിട്ടാ പോയേ. എന്നാലും എനിക്ക് ഇത്രയും പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു ഗിഫ്റ്റ് തന്നു കേട്ടോ. എന്താണ് എന്താ സംഭവം? ഗിഫ്റ്റ്. Dear parent, a tiny seed today, a beautiful plant tomorrow. Oh, nurture it with care, just as we nurture your little one. Thank you for entrusting us with a piece of your heart every single day. Team City Kids. The seed ആണ് കേട്ടോ. Oh, that's nice. അതിലൊരു നോട്ട് കൂടെ ഉണ്ട്. ഒരു നോട്ട് ഉണ്ട്. എന്താ പടവലമാണ് കേട്ടോ. പടവലമാണ്. വെറൈറ്റി കൗണ്ടി. ഡേറ്റ് ഓഫ് പാക്കിംഗ് 11/5/2026. അപ്പടെ കൊടുക്കാം. അപ്പം അത് ഓക്കെ, കൊള്ളാം. നല്ലൊരു പാക്കേജിങ് ഒക്കെ. എന്നാലും ഞാനൊന്ന് ചേട്ടനോട് പറയുന്നത് അവിടെ ചേട്ടൻ എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഇങ്ങനെയാണ്. ഇതാണ് പറയുന്നത്, നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല. കണ്ടോ, വിചാരിച്ച പോലൊന്നും അല്ല. ഇനി സമയം പോയി 10:15.
ഇന്ന് 12:30 ആകുമ്പോൾ ചെല്ലണേ. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് വരുള്ളൂ എന്ന് കരുതിയിട്ട് ഫുഡൊക്കെ ആക്കി. എനിക്ക് അറിഞ്ഞൂടാ എന്തോ ഒരു ഫീലിങ്സ്. നമുക്ക് എന്തെടുക്കായിരിക്കും? അമ്മ കാണുന്നതെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കണോ? ഒരു അരമണിക്കൂർ പോലും എൻ്റെ അടുത്തൊന്നും മാറി ഇരുന്നിട്ടില്ലേ. എപ്പോഴും അമ്മ അമ്മ എന്ന് പറഞ്ഞിരിക്കുക. എല്ലാവരും കിട്ടിയൊക്കെ ചെയ്യും നന്നായിട്ട്. ഇനി എന്തായാലും പോയിട്ട് വിളിച്ചിട്ട് വരുമ്പോൾ കാണാം. ഓക്കെ. ഒരു 11:30 ആയപ്പോൾ ഞാൻ അവിടുത്തെ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് കുഞ്ഞെന്ന്. അപ്പോൾ നന്നു കുറച്ച് നേരം കരഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ബലൂണ് കളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയിട്ട് 12 മണിയായപ്പോഴേക്കും അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയി. ഇപ്പോൾ ക്ലൈമറ്റ് നോക്കിയാൽ നല്ല വെയിൽ. ഞാൻ അവിടെ വരെ നടന്നപ്പോഴേക്കും വിയർക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നല്ല മഴയായിരുന്നു. ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണം എങ്ങനെയായിരിക്കും ആൾ വരുന്നത്, എന്നെ കാണുമ്പോഴത്തേക്കിന് എന്തായിരിക്കും പറയാന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്നുവിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുറച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവൾ ഓക്കെ ആണെന്നും തോന്നുന്നു. എന്നിട്ടും അവൾക്ക് ആ പ്ലേ ഗ്രൗണ്ടിലേക്ക് വീണ്ടും പോകണമെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെയോ ഇനി നാളെ നമുക്ക് തിരിച്ച് ഇവിടേക്ക് തന്നെ വരാം, ഇതുപോലെ അമ്മ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്നുവിനെയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വരുന്ന വഴിക്ക് നന്നുവിനോട് സ്കൂളിലെ വിശേഷങ്ങളും കൂട്ടുകാരെ പറ്റിയിട്ടും എല്ലാം ഞാൻ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നന്നുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വിശേഷങ്ങൾ. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ നന്നു ഈ വീഡിയോ എടുത്ത് വെച്ച് കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡേ ഒന്നും ഓർമ്മയില്ല. സോ നന്നുവിന് കാണാമല്ലോ, അതിനാണ് ഞാൻ വീഡിയോസൊക്കെ ഫയൽ ചെയ്ത് വെക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. Until then, bye.